ഹായ്, നമുക്കിന്ന് കുറച്ച് ബാഗ് കണ്ടാലോ. ഒരു 300 രൂപ റേഞ്ചിൽ വരുന്ന കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള ബാഗുകൾ നമുക്ക് നോക്കാം. ഇത് നമ്മുടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് കളറുള്ള ബാഗാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബാഗാണ്. അപ്പം ഇതിൽ നമുക്ക് ഒരു കമ്പാർട്ട്മെൻറ്റ് മാത്രമേ വരുന്നുള്ളൂ. നല്ല സിബൊക്കെയുള്ള നല്ല അടിപൊളി ബാഗാണ്. പിന്നെ ഇതിൽ ഒത്തിരി സ്പേസ് ഉണ്ട്. പിന്നെ ഒരു പൗച്ച് പോലെ ഒരു ചെറിയൊരു ഇതുണ്ട്. അതിൽ നമുക്ക് കുടയൊക്കെ ഇടാൻ പറ്റും. പിന്നെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്, നമുക്ക് പൈസയൊക്കെ ഇടാൻ വേണ്ടി പറ്റുന്നൊരു കുഞ്ഞു സ്പേസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ബുക്സും അതുപോലെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും അത്യാവശ്യം കൊള്ളുന്ന ഒരു നല്ല അടിപൊളി ബാഗാണ്. നമ്മുടെ കോളേജിലെ സ്റ്റുഡൻസിനാണെങ്കിലും ഓഫീസിൽ പോകുന്നവർക്കാണെങ്കിലും നല്ല പറ്റുന്ന ഏറ്റവും നല്ല ബാഗാണെന്ന് ഞാൻ പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് കൊണ്ടുപോകാനും നല്ല എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര കംഫർട്ടബിളുമാണ് ഇതിട്ടുകൊണ്ട് നടക്കാനും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബാഗാണ്. അപ്പോൾ 300 രൂപയ്ക്ക് കഴിഞ്ഞ് ക്വാളിറ്റി നമുക്ക് തോന്നും. 300 രൂപയുടെ ബാഗാണെന്നേ നമുക്ക് തോന്നത്തില്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് ഏത് ബാഗാണെന്ന് നോക്കാം. അതേണ്ട ഇങ്ങനെ ഒരു ബ്രൗൺ ഷെയ്ഡുള്ള ബാഗാണ്. ഇതും നല്ല ലെതർ ടൈപ്പ് ബാഗാണ്. ഇതിൻ്റെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ സൂപ്പറാണ്. ഇതിൻ്റെ ഡിസൈനൊക്കെ ആണെങ്കിലും കാണാൻ നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടായിട്ടുള്ള ബാഗാണ്. അപ്പോൾ ഇതിന് നമുക്ക് വരുന്ന 2 കമ്പാർട്ട്മെൻറ്റാണ്. സിബ് തന്നെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അതായത് നമുക്ക് ബുക്കൊക്കെ വെക്കാനും, എനിക്കൊന്ന് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഈ ബാഗ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കൊരു ചെറിയ ഒരു കുഞ്ഞ് സ്പേസും കൂടെ വരുന്നുണ്ട്. നമുക്ക് പൈസയൊക്കെ ഇടുന്ന ടൈപ്പ് ഒരു ചെറിയ സ്പേസ് ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ബുക്സും കാര്യങ്ങളും ഒക്കെ വെക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയുള്ള നല്ല ബാഗാണ്. എനിക്ക് തോന്നുന്നു ഞാനിത് വാങ്ങിച്ചിട്ട് 1 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. ഇതുവരെയായിട്ടും അതിൻ്റെ കളർ ഫെയ്ഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്താ പറയുക, ഒരു ഡാമേജും വന്നിട്ടില്ല. അതുപോലെ നല്ല ഇപ്പം മഴയുള്ള സമയമൊക്കെ അല്ലേ, അപ്പം നമുക്ക് മഴയുള്ള സമയത്താണെങ്കിലും നമുക്ക് ഈ ബാഗ് കൊണ്ടുപോകാവേ. നമ്മുടെ ബുക്കോ കാര്യങ്ങളോ ഒന്നും നനയത്തില്ല. അത്രയും നല്ല കംഫർട്ടായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ക്ലോത്താണ് അതിൽ വന്നിരിക്കുന്നത്. അപ്പം അടിപൊളിയാണ്. അപ്പം നമുക്ക് ഇട്ടുകൊണ്ട് നടക്കുമ്പോഴാണെങ്കിൽ പോലും നല്ല കംഫർട്ടാണ്. നല്ലപോലെ നല്ല ഒതുക്കമുള്ളൊരു ബാഗാണ്. അപ്പം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബാഗാണ്. പിന്നെ അടുത്ത് നമുക്ക് നെക്സ്റ്റ് ഏത് ബാഗാണെന്ന് നോക്കാം. ഈ ടൈപ്പ് ബാഗാണ്. ഇതിൻ്റെ മെറ്റീരിയൽ എന്താണെന്ന് എനിക്കറിയില്ല. ഇതിനൊരു ഓറഞ്ച് കളർ ഷെയ്ഡിലാണ് ഈ ബാഗ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു 2 ചെറിയൊരു സ്പേസ് ഉണ്ട്. പിന്നെ ഇതിന് സിബില്ല, അതിന് പകരം എന്താ പറയുന്ന ഒരു കൊളുത്ത് പോലെ ഒരു സംഭവമാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതും അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബാഗാണ്. ഇതിനൊരു കമ്പാർട്ട്മെൻറ്റ് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്താ പറയുന്നത്, അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ മറ്റ് 2 ബാഗുകളെ കമ്പാരിറ്റീവ്ലി നോക്കുമ്പം ഇതിൽ നമുക്ക് പൈസയൊക്കെ ഇട്ടുകൊണ്ട് പോകാനായിട്ടുള്ള ഒരു കുഞ്ഞ് സ്പേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ബാക്കി ക്വാളിറ്റി വൈസും എല്ലാം അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ വാങ്ങിച്ച ഈ 3 ബാഗിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കിനും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള അതെൻ്റെ ഈ ബ്ലാക്ക് കളർ ബാഗാണ്. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബാഗാണ്. ഇത് നല്ല അടിപൊളിയാണ്. ക്വാളിറ്റി വൈസ് നോക്കുമ്പോഴത്തേക്കിനും ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.